ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഭക്ഷണമെല്ലാം എനിക്ക് വർഷയുടെ പട്ടിണി കഞ്ഞിയായിരിക്കും. ഇനി ഒരിക്കൽ വരാം. എല്ലാം വർഷയുടെ സന്തോഷത്തിനാണെന്നുള്ളൊരു പുകമറയും. ഇതിനെല്ലാത്തിനും പിന്നിലുള്ളത് വിക്രം എന്ന ബുദ്ധിരാക്ഷസന്റെ ചതിയായിരുന്നല്ലടാ. ചതിയോ? മനസ്സിലായില്ല. നിന്റെ ലക്ഷ്യം വർഷ ഇല്ലാതാക്കുകയായിരുന്നു. വർഷ ആത്മഹത്യയായിരുന്നില്ല, നീ തള്ളിയിട്ട് കൊന്നതാ. എല്ലാവരുടെയും എല്ലാ ചെലവും വഹിച്ച് അച്ഛനമ്മമാരുടെ രണ്ടാം താലികെട്ട് കല്യാണവും ആർഭാടമായി നീ നടത്തി. എല്ലാവരെയും നിന്റെ പക്ഷത്തും വരുതിയിലുമാക്കി നീ തന്ത്രപൂർവം കാര്യം നടത്തി. വർഷയുടെ കൊലപാതകം നെറികേട് പറഞ്ഞാൽ ഭാര്യയുടെ സഹോദരനൊന്നും ഞാൻ നോക്കില്ല. നോമരിഞ്ഞു കളയും ഞാൻ. എന്നെ അറിയില്ല നിനക്ക്. എന്താ ഇവിടെ? മോനോ? മോൻ എപ്പോഴാ വന്നത്? അച്ഛാ, ഞാൻ അറിയാൻ വഴിയില്ല. വിശേഷങ്ങൾ അറിയാൻ ഒളിച്ചും പാത്തും വന്നതാ. അല്ല, ഭാര്യ വീട്ടിൽ വരുമ്പോ ചെണ്ടക്കുട്ടി അറിയിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മുത്തശ്ശിയെ കണ്ടൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പോകാനാ വന്നത്. അതിനെന്നെ അനുവദിക്കുന്നില്ലല്ലോ. എന്റെ വർഷം ഞാൻ കൊന്നു പോലും. ആട്ടി പുറത്താക്കാനാ ശ്രമിക്കുന്നത്. ആട്ടി പുറത്താക്കിയല്ല, കൊലപാതകയായി നിന്നെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടത്. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. നിർത്തടാ. വർഷയെ വിക്രം കൊന്നു എന്നുള്ളതിന് നിന്റെ തെളിവ് വല്ലതുണ്ടോ? വർഷം മരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവുകൾ ഇതുവരെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് സത്യം അറിയാതെ വെറുതെ അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ നടത്തരുത്. ഭാര്യയുടെ മരണത്തിൽ സമനില വെച്ച് നടക്കുക വിക്രം. അല്പം ആശ്വാസത്തിന് വേണ്ടി കയറി വരാൻ വിക്രമിന് ഇതല്ലേ ഉള്ള അഭയസ്ഥാനം. അങ്ങനെയുള്ള വ്യക്തിയെ ആശ്വസിപ്പിച്ചില്ലേലും വേണ്ടില്ല, ആക്ഷേപിക്കാതിരിക്കാൻ പറ്റുമോ? കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന കല്ലും നെല്ലും തിരിക്കാനേ ഈ വസന്ത ഇല്ലാതായി പോയി. അതിന്റെ കല്ലുകടിയാ ഈ കാണുന്നതൊക്കെ. മോനെ, പെങ്ങളില്ലാതായ ദുഃഖം പ്രകാശിനെ വല്ലാതെ ഒളിച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ആലോചനയില്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത്. മോനൊന്നും കാര്യമാക്കരുത്. പ്രകാശേട്ടനോട് ശത്രുതയൊന്നും വേണ്ട. മൂത്ത അളിയന്റെ ശാസനയാണെന്ന് കരുതി സമാധാനിക്കണം. പ്രകാശിന്റെ അവിവേകത്തിന് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുക. അയ്യോ, അതൊന്നും വേണ്ടച്ചാ. ശത്രുത വച്ച് പുലർത്താനും കണക്ക് തീർക്കാനൊന്നും ഇനി ഞാൻ ആളല്ല. ഈ കുടുംബാംഗങ്ങളുടെ ലിസ്റ്റിൽ നിന്നും എന്റെ പേര് വെട്ടലെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സന്തോഷം. വിക്രം,
കുടുംബാംഗങ്ങളുടെ ലിസ്റ്റിൽ നിന്നും വിക്രമിന്റെ പേര് വെട്ടുന്നില്ല. വിക്രം എന്നും ഈ കുടുംബാംഗം തന്നെയായിരിക്കും. മരണം നടന്ന വീട്ടില് പട്ടിണിക്കഞ്ഞി എന്നൊരു ഏർപ്പാടുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കുന്നൊരു ഏർപ്പാട്. കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി. വിക്രം കൂടെ ഉണ്ടെങ്കിലേ പട്ടിണിക്കഞ്ഞി പൂർണ്ണമാവും. സഹകരിക്കണം. വളരെ സന്തോഷം. എനിക്കിപ്പോ പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഭക്ഷണമെല്ലാം എനിക്ക് വർഷയുടെ പട്ടിണി കഞ്ഞിയായിരിക്കും. ഇനി ഒരിക്കൽ വരാം. ഞാനിപ്പോഴും ഇവിടുത്തെ കുടുംബാംഗമാണെന്ന സമാധാനത്തോടെ ഇപ്പൊ ഞാൻ പോവുക. മുറിക്കുള്ളിൽ ക്യാമറ വയ്ക്കാൻ പറ്റിയില്ല. എന്നാലും വേണ്ടില്ല. ബാഗിനുള്ളിൽ ക്യാമറ ആണെന്നവരാരും മനസ്സിലാക്കിയില്ലല്ലോ. ഭാഗ്യം. ഒന്നുമില്ലേലും എക്കാലത്തിന്റെ ശത്രുവായ വന്ദന എന്നെ കുടുംബാംഗമായി അംഗീകരിച്ചല്ലോ. അതൊരു നേട്ടം തന്നെ. മോനെ, മാനത്തെ കൊട്ടാ